വ്ളോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞങ്ങൾ കേരള സർക്കാരിൻ്റെ ഫിഷറീസ് വകുപ്പിൻ്റെ കീഴിലുള്ള മത്സ്യക്കുഞ്ഞുങ്ങളെ വിൽക്കുന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. ഇത് ഇവിടെ ട്രിവാൻഡ്രം ജില്ലയിൽ നെയ്യാർഡാം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ വന്നാൽ പല വിധത്തിലുള്ള മത്സ്യക്കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടും കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കുളമൊക്കെ വീട്ടിൽ ചെയ്ത് അവിടെ മത്സ്യക്കുഞ്ഞുങ്ങളെ നമുക്ക് വളർത്തി ക്യാഷ് കൊടുത്ത് നമുക്ക് വാങ്ങാതെ വലുതാകുമ്പോൾ കറി വെച്ച് കഴിക്കാം. അതിനുള്ള സ്ഥലമാണ്. അപ്പോൾ ഞങ്ങൾ വരാൻ കാരണം എൻ്റെ അമ്മയ്ക്ക് വീട്ടിൽ കുറച്ച് കുളമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ വളർത്താൻ വേണ്ടി കുറച്ച് മത്സ്യക്കുഞ്ഞുങ്ങളെ വാങ്ങണമെന്ന് പറഞ്ഞു. അപ്പോൾ വന്ന് കണ്ടപ്പോൾ ഇഷ്ടമായി. അപ്പോൾ അത് വീഡിയോ ആയിട്ട് എല്ലാവർക്കും വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. പിന്നെ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമന്റ് ചെയ്യൂ. പിന്നെ ഇൻസ്റ്റാഗ്രാം പേജും കൂടെ ഫോളോ ചെയ്യൂ. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും കാണിച്ചു തരാം. ഞങ്ങളോടൊപ്പം വന്നോളൂ. ഗൈസ് കണ്ടോ, ഇതിൻ്റെ ബിൽഡിങ്ങുകളാണ്. ഇവിടെയൊക്കെയാണ് ഫിഷിനെ വളർത്തിയിരിക്കുന്നത്. ഗൈസ് കണ്ടോ, ഇവിടെയൊക്കെ ചെറിയ ചെറിയ കുളങ്ങൾ ഓരോ അറകളായിട്ട് ചെയ്തിട്ടിരിക്കുകയാണ്. അതെ, ആദ്യം സിദ്ധുവുമുണ്ട്. നമ്മൾ ഇതൊക്കെ എന്താ കാര്യമെന്ന് നോക്കട്ടെ. കണ്ടോ, ഇത് ചോദിച്ചപ്പോൾ ഇത് നന്നാക്കാൻ വേണ്ടിയിട്ടിരിക്കുന്ന സെക്ഷനാണെന്ന് പറഞ്ഞു. അതെ, ഇതൊക്കെ ഇതിൻ്റെ ഓഫീസുകളാണ്. ഇവിടെ എല്ലാം ഫിഷിൻ്റെ സെക്ഷൻസ് തന്നെയാണ്. നല്ല മനോഹരമായിട്ടെല്ലാം ചെയ്തിരിക്കുന്നു. നമ്മുടെ കേരള സർക്കാരിൻ്റെ കീഴിലുള്ളതാണ്. ഇവിടെ ഒരു മീൻ കുഞ്ഞിന് പല റേറ്റിലുണ്ട്. 2 രൂപ, 1 രൂപ. അതെ, ഇത് ഒരു സെക്ഷൻ, ഒരു റാഡ് അങ്ങനെ എന്തോന്ന് പറയുന്നത്, നമ്പർ കണ്ടോ, നമ്പർ തിരിച്ചിട്ടിരിക്കുക. ഇത് അതിൻ്റെ ഓഫീസാണ്. അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് പരിചയമുള്ള 1-2 സ്റ്റാഫുകളൊക്കെ ഉണ്ട്. ടെമ്പററിയാണ്. അവരിവിടെ ഈ ഇതിൻ്റെയൊക്കെ അടുത്ത് താമസിക്കുന്നവരാ. അങ്ങനെ അവർക്ക് ഈ സംഭവം ഇവിടെ വന്നപ്പോൾ അവർക്കൊക്കെ ജോലി കിട്ടി ഇവിടെ, ഡെയിലി വേജസ് ആയിട്ട്. ഇവിടെ നിന്ന് അങ്ങ് അറ്റം വരെയും ഇത് ചെയ്തിട്ടിരിക്കുകയാണ്. കണ്ടോ, ഇതിവിടെ ക്ലീനിങ്ങിനും പിന്നെ നന്നാക്കാൻ വേണ്ടി ഇട്ടിരിക്കുന്നതെന്നാണ് പറഞ്ഞത് ഈ സെക്ഷൻ. ഇവിടെ ഇത്രയും മീനൊന്നുമില്ല. നമുക്കിനി ഫ്രണ്ടിലോട്ട് പോയി നോക്കാം. ഇവിടെ എല്ലാം അലങ്കാര മത്സ്യ വിത്തുൽപാദന കേന്ദ്രം അതാണ്. ഇതിൻ്റെ ഓഫീസാണ്. കണ്ടോ, ഇതിൻ്റെ ഓഫീസാണ്. മീനിതേ അവിടെ, മീൻ കുഞ്ഞുങ്ങളൊക്കെ അവിടെ ഉണ്ട്. കണ്ടോ, അവിടെ എല്ലാം ചെയ്തിട്ടിരിക്കുക. കണ്ടോ, അലങ്കാര മത്സ്യ വിത്തുൽപാദന കേന്ദ്രം. ഇവിടെ കളർ ഫിഷുകളാണ്. കയറി കാണാൻ പറ്റുമോ എന്നറിയത്തില്ല, നോക്കാം. ഇതിനകത്തെല്ലാം മത്സ്യക്കുഞ്ഞുങ്ങൾ ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിച്ച് അവർ വിൽപ്പന നടത്തുന്നതാണ്. കളർ ഫിഷ്, ഇവിടെയൊക്കെ കളർ ഫിഷുകളാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങൾ 3 പേരും അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അമ്മയും അച്ഛനും ബാക്കിൽ നിന്ന് വരുന്നുണ്ട്. അവരിതുവരെ എത്തിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഇവിടെയൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് കളർ മീനിൻ്റെ സെക്ഷനിലാണ് ഇത്. അപ്പോൾ അക്വേറിയത്തിലൊക്കെ ഉള്ള ആൾക്കാർ, അക്വേറിയം നടത്തുന്നവരൊക്കെ ഇവിടെ വന്നാണ് മീൻ കളക്ട് ചെയ്തുകൊണ്ട് പോകുന്നത്. അതായത് ഇവിടെ ഒത്തിരി ലാഭത്തിനാണ് കിട്ടുന്നത്. സർക്കാരിൻ്റെ സ്ഥാപനമല്ലേ, അതും ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നതാണ് കുഞ്ഞുങ്ങളെ. അപ്പോൾ ഇവിടെ വന്ന് തന്നെയാണ് ഫിഷിനെ, കളർ ഫിഷ് അക്വേറിയത്തിലത്തേക്കൊക്കെ കളക്ട് ചെയ്തുകൊണ്ട് പോകുന്നതെന്ന് ഇവിടുത്തെ സ്റ്റാഫുകൾ പറഞ്ഞു. അപ്പോൾ എനിക്ക് പരിചയമുള്ളവരായതുകൊണ്ട് കുറച്ചൊക്കെ വീഡിയോ എടുക്കാനേ പറ്റിയുള്ളൂ. പിന്നെ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന ബ്രീഡിംഗ് സെക്ഷനൊക്കെ ഇവിടെ ഉണ്ട്. പല പല സെക്ഷനായിട്ടാണ് ഇവിടെ തിരിച്ചിരിക്കുന്നത്. അപ്പോൾ ബ്രീഡിംഗ് സെക്ഷനും ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ടൊന്നും കടത്തി വിട്ടില്ല. ഇത് തന്നെ എടുക്കാൻ പറ്റത്തില്ല എന്നാണ് അവർ പറഞ്ഞേ. അപ്പോൾ എനിക്ക് പരിചയമുള്ളവരോ, പിന്നെ ഡെപ്യൂട്ടി ഡയറക്ടറെ, അപ്പോൾ ഓഫീസിൽ ചോദിക്കാൻ പറഞ്ഞു സ്റ്റാഫുകൾ. അവരോട് വീഡിയോ പിടിച്ചോട്ടെന്ന് ചോദിച്ചപ്പോൾ ഡെപ്യൂട്ടി ഡയറക്ടറുടെ അനുവാദം വേണം അങ്ങനെയൊക്കെ പറഞ്ഞേ. അതുകൊണ്ട് ഞങ്ങൾ കൂടുതൽ വീഡിയോ ഒന്നും എടുക്കാൻ നിന്നില്ല. ഇവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെ 2-3 പേര് എനിക്ക് പരിചയമുള്ളവരായതുകൊണ്ട് ആദ്യം അറിയത്തില്ലായിരുന്നു. പോയപ്പോൾ കണ്ടപ്പോൾ പരിചയമായി. അങ്ങനെ അവരോട് ചോദിച്ചപ്പോൾ ചെറുതായിട്ടൊന്ന് എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ വീഡിയോ പിടിക്കുന്നത്. അച്ഛനും അമ്മയൊക്കെ അവിടെ മീൻ അവർ കുളമൊക്കെ ഒത്തിരി ചെയ്ത് ഇതുപോലത്തെ ഇത് തന്നെ വീട്ടിൽ ചെയ്തിട്ടിരിക്കുന്നത്. 10-15 ഇത് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ അത്രയിലതൊക്കെ ഇപ്പം മീൻ വാങ്ങുന്നില്ല. അച്ഛനും അമ്മയും കുറച്ചൊരു 150 കുഞ്ഞുങ്ങളെ വാങ്ങുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ തിലോപ്പിയാണ് വാങ്ങുന്നത്.
തിലോപ്പി 2 രൂപയ്ക്കുള്ള തിലോപ്പിയുണ്ട്, 4 രൂപയ്ക്കുള്ള തിലോപ്പിയുണ്ട്. അപ്പോൾ അമ്മയ്ക്കും അച്ഛനും 4 രൂപയ്ക്കുള്ള തിലോപ്പി. 4 രൂപയ്ക്കുള്ള തിലോപ്പി ആകുമ്പോൾ ഇച്ചിരി വലിപ്പം കൂടുതലാണ്. ഇതിനകത്ത് ഷ്രിമ്പാണ് കിടക്കുന്നത്. പലവിധ കളറിലുള്ള ഷ്രിമ്പുകളാണ് ഈ കുളത്തിനകത്ത്. അതും അവിടെ ഉൽപ്പാദിപ്പിക്കുന്നത് തന്നെ അവർ. ബ്ലാക്ക് ഉണ്ട്, റെഡ് ഉണ്ട്, വൈറ്റ് ഉണ്ട്, അങ്ങനെ 4 കളറിലുള്ള ഷ്രിമ്പ് ആ ഇനത്തിൽപ്പെട്ട. നമ്മൾ കണ്ട ചെമ്മീനെന്ന് തോന്നും, ചെമ്മീനല്ല, ഷ്രിമ്പാണ്. നമ്മുടെ അക്വേറിയം, ഗ്ലാസ് അക്വേറിയത്തിലൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഇതാണ്. അപ്പോൾ ആദ്യം സിദ്ധു അതൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ അമ്മയും അച്ഛനും അവിടെ മീൻ വാങ്ങുന്ന ഇതിലാണ്. അമ്മയും അച്ഛനും അവിടെ വാങ്ങുന്നുണ്ട്. അവർ തിലോപ്പിയൊക്കെ എണ്ണി കൊടുക്കുന്നുണ്ട്. എണ്ണിയാണ് കൊടുക്കുന്നത്. അതിനുള്ള സ്റ്റാഫുകളാണ് ഇവിടെയുള്ളത്. അപ്പോൾ ഞങ്ങൾ ഇതിലെ ചുറ്റിക്കറങ്ങി കുറച്ചൊന്ന് വീഡിയോ പിടിക്കാമെന്ന് കരുതി അങ്ങനെ വീഡിയോ പിടിച്ചുകൊണ്ട് നടക്കുക. പ്രത്യേകിച്ച് ഇതിലൊന്നും കാണാൻ പറ്റുന്നില്ല ഫ്രണ്ട്സ്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ വെട്ടമായതുകൊണ്ട് മുകളിൽ ഇങ്ങനത്തെ ഷീറ്റല്ലേ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇത് വന്ന് വെള്ളത്തിൽ ഇങ്ങനെ അടിക്കുന്നതുകൊണ്ട് ഇതിലെല്ലാത്തിലും മത്സ്യക്കുഞ്ഞുങ്ങൾ കിടപ്പുണ്ട്. ഇത് കുഞ്ഞുങ്ങളെന്ന് വെച്ചാൽ എല്ലാത്തിലും കളർ അക്വേറിയത്തിലത്തേക്കുള്ള കുഞ്ഞുങ്ങളുണ്ട്. നമുക്ക് വീട്ടിൽ വളർത്തി ഭക്ഷിക്കുന്ന മീൻ ഐറ്റത്തിലുള്ള മീനുകളുണ്ട്. ഇതൊക്കെ കളർ ഫിഷുകളാണ്. ഇതെല്ലാം അപ്പുറത്തെ വേറൊരു റാഡുണ്ട്. അവിടെ വിത്ത് ഉൽപ്പാദിപ്പിച്ച് ബ്രീഡ് ചെയ്യിപ്പിച്ച് വളരുന്ന ഓരോ വിൽക്കാൻ സമയമാകുമ്പോൾ ഇപ്പുറത്തെ സെക്ഷനിൽ കൊണ്ടുവരുന്നതാണ്. പല രീതിയിലാണ്, പല സെക്ഷനായിട്ടാണ് അത് ഇവിടെ സ്റ്റാഫുകളാണ് പറഞ്ഞു തന്നെ. കണ്ടോ, ഇത് അമ്മയ്ക്ക് മീൻ എടുത്തുകൊണ്ടിരിക്കുന്നതാണ്. തിലോപ്പി ഇനത്തിൽപ്പെട്ട മീനുകളാണ്. അമ്മയ്ക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ എണ്ണി എടുത്തുകൊണ്ടിരിക്കുക അവിടുത്തെ സ്റ്റാഫുകൾ. അപ്പോൾ അതിൽ നിന്നൊക്കെ ചെറുതായിട്ടൊന്ന് വീഡിയോ പിടിക്കാൻ പറ്റി. കണ്ടോ, ഇത് തിലോപ്പിയാണ് ഈ മീൻ. ഇത് ഒരെണ്ണം 4 രൂപയാണ്. ഇതിൽ തന്നെ 2 രൂപയ്ക്കുള്ളതുമുണ്ട്. കണ്ടോ, ഒത്തിരി ഓരോ സെക്ഷനിൽ ഓരോ കുളങ്ങളിലായിട്ട് ഒത്തിരി അവരിട്ടിട്ടുണ്ട്. അപ്പോൾ അമ്മയെല്ലാം ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. എന്തോന്ന് ഫുഡ് കൊടുക്കണം, എത്ര നാൾ വളരും, എത്ര നാളാകുമ്പോൾ ഇത് കറി വയ്ക്കാൻ പിടിക്കാം എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അവർ എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സ്റ്റാഫുകളൊക്കെ നല്ല സഹകരണമാണ്. പക്ഷേ ഓഫീസിലിരിക്കുന്നവരാണ് വീഡിയോ പിടിക്കുക. അത് അച്ഛൻ അവിടെ നിന്ന് എല്ലാം ചുറ്റിക്കറങ്ങി കാണുകയാണ്. അമ്മ ഓരോന്നിട്ട് വലിയ മീനിനെ പിടിച്ചു തരും, വലുത് നോക്കി എടുത്ത് തരും മക്കളെ എന്നൊക്കെ പറഞ്ഞ് സ്റ്റാഫുകളെയൊക്കെ സോപ്പിട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒത്തിരി ഞങ്ങൾ പോയപ്പോൾ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഫ്രണ്ട്സ്. അപ്പോൾ പിന്നെ ഒത്തിരി പേര് വന്നു. ഇതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കറി വയ്ക്കേണ്ട മീൻ പിടിക്കുന്നതാണ്. ഇത് വേറൊരു സെക്ഷനിൽ കറി വയ്ക്കാൻ വലുതായ മീനുകൾ വേറൊരു സെക്ഷനിൽ അവർ കൊണ്ടിട്ടിരിക്കുക. കണ്ടോ, അമ്മയ്ക്ക് വീട്ടിലത്തേക്ക് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ തൂക്കി വാങ്ങിയതാണ് മീൻ. കണ്ടോ, ഇവിടെ കിലോയ്ക്കാണ് കൊടുക്കുന്നത്. കിലോ 200 രൂപ എന്തോ ആ റേറ്റ് എന്തോ പറയുന്നുണ്ട്. അത് ഞങ്ങളിപ്പോൾ വാങ്ങി ആ കൊച്ചു കുഞ്ഞുങ്ങളില്ലേ, ആ കുഞ്ഞ് വലുതായ സൈസാണ്. 6 മാസമാകുമ്പോൾ ഈ സൈസ് എത്തുമെന്ന് അവർ പറഞ്ഞായിരുന്നു. അങ്ങനെ അമ്മയ്ക്ക് ഇവിടെ നിന്ന് അമ്മ 200 എന്തോ വെയിറ്റ് വാങ്ങി. ഞാൻ വാങ്ങിയില്ല, കാരണം ഞങ്ങളുടെ വീട്ടിൽ ആദ്യം സിദ്ധുവും ഹസ്ബൻഡും ഒന്നും കഴിക്കത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ വാങ്ങില്ല. അമ്മയ്ക്ക് ഇച്ചിരി കൂടെ വലിയ മീൻ എടുക്കാൻ പറഞ്ഞു. അതുകൊണ്ട് ആദ്യം പിടിച്ചതിന് അവരങ്ങ് തട്ടിയിട്ട് വലിയ മീൻ പിടിച്ചു കൊടുക്കുകയാണ്. നല്ല രസമാണ് കണ്ടുകൊണ്ട് നിൽക്കാൻ, പല സെക്ഷനായിട്ട്. പക്ഷേ വീഡിയോ എടുക്കാൻ അനുവാദമുണ്ടായിരുന്നെങ്കിൽ ഇതിൽ നിന്ന് കുറേ കൂടെ നന്നായിട്ട് എടുക്കാമായിരുന്നു. പക്ഷേ അനുവാദമില്ലാത്തത് കൊണ്ട് ഇത്രയൊക്കെ കുറേശ്ശൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. നമ്മളോട് സഹകരിച്ച സ്റ്റാഫുകൾ കുറേശ്ശെ എടുക്കാൻ പറഞ്ഞ സ്റ്റാഫുകൾ ഉള്ളത് കൊണ്ട് ഞങ്ങൾ എടുത്തു. ഇനി ഓഫീസിൽ നിന്ന് കണ്ട് വേറെ ഇഷ്യൂ ആവണ്ടെന്ന് വിചാരിച്ച് സ്റ്റാഫുകൾക്ക് പ്രശ്നമാവും. അപ്പോൾ ഒത്തിരി ഇതിൽ വലിയ മീനുകളൊക്കെ ഉണ്ട്. ഇതിനെക്കാട്ടിയും വലിയ മീൻ അവിടെ ഉണ്ട്. അപ്പോൾ അമ്മയ്ക്ക് ഈ സൈസ് മതിയെന്ന് പറഞ്ഞു. 200 ആയപ്പോൾ 3 മീൻ ഉണ്ടായിരുന്നു. 200. അപ്പോൾ അമ്മയ്ക്ക് അത് മതിയെന്ന് പറഞ്ഞു കറി വയ്ക്കാൻ. അപ്പോൾ അവർ വലുത് വേണമെന്നൊക്കെ ചോദിച്ചു. വലുത് വേണ്ടാന്ന് അമ്മ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇനി മീനെല്ലാം കളക്ട് ചെയ്തു. ഞങ്ങൾ പോവുകയാണ്. അമ്മയും അച്ഛനും ഫ്രണ്ടിൽ നിന്നെല്ലാം വാങ്ങിയിട്ട് പോയി. അപ്പോൾ ഞങ്ങളതിൻ്റെ ബാക്കിൽ നിന്ന് ഞങ്ങൾ 3 പേരും ഞങ്ങൾ 2 വീലറിലാണ് പോയത്. അപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വാങ്ങി മീൻ ഞങ്ങൾ അക്വേറിയത്തിലിടാനും ഞങ്ങളെ വളർത്തുന്ന കുളത്തിലിടാനും അങ്ങനെയൊക്കെ 2-3 സെക്ഷനിൽ ഞങ്ങൾ വാങ്ങി മീൻ. കണ്ടപ്പോൾ ഇഷ്ടമായി. ഒത്തിരി ലാഭമാണ് ഇവിടെ നിന്ന് വാങ്ങാൻ മത്സ്യക്കുഞ്ഞുങ്ങൾ. ഒത്തിരി ആൾക്കാർ ഇവിടെ വന്ന് പലരും വാങ്ങുന്നുണ്ട്. ഞങ്ങൾ വന്നതിന് ശേഷം ഒത്തിരി ആൾക്കാർ അവിടെ നല്ല തിരക്കായി തുടങ്ങി. അപ്പോൾ സ്റ്റാഫുകൾ പറഞ്ഞായിരുന്നു, രാവിലെ നിങ്ങൾ വന്നതുകൊണ്ട് എളുപ്പമായിരുന്നു. ഇപ്പോൾ ഒത്തിരി ആൾക്കാർ വരുന്നത് കാണും. അവർക്കൊക്കെ എപ്പോഴും ജോലിയാണ്. പല ഏരിയയിൽ നിന്നും അക്വേറിയങ്ങളിൽ നിന്നും ഒക്കെ ഹോൾസെയിൽ വിലയ്ക്കല്ലേ കിട്ടുന്നതെല്ലാം.
അതുകൊണ്ട് എല്ലാ ഏരിയയിൽ നിന്നും ആൾക്കാരൊക്കെ വന്നു. അങ്ങനെ അവിടെ തിരക്കായി. പിന്നെ ഞങ്ങളതും ടയേർഡായി. അങ്ങനെ ഞങ്ങൾ വാങ്ങിയ മീനെല്ലാം കളക്ട് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഇത് കനാലാണ്, നെയ്യാർ ഡാമിൻ്റെ അവിടെ നിന്ന് തുറന്നു വിട്ടിരിക്കുന്ന കനാലാണ്. അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെയാണ് ടാർ ചെയ്തിരിക്കുന്നത്. നല്ല രസമാണ് ഇവിടെ കൂടെ യാത്ര ചെയ്യാനും കറങ്ങാനും ഒക്കെ നല്ല പ്ലേസാണ്. പിന്നെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ടൂറിസ്റ്റ് കേന്ദ്രമല്ലേ ഇവിടെ. അപ്പോൾ എന്തായാലും അമ്മയും അച്ഛനും ഞങ്ങൾ അവരെ പാസ് ചെയ്തിങ്ങ് പോന്നു. അമ്മയും അച്ഛനും പതുക്കെ വരികയാണ് മീനൊക്കെ കൊണ്ട്. ഞങ്ങൾ വാങ്ങിയ മീൻ ഞങ്ങളുടെ വണ്ടിയിൽ വെച്ചിട്ടുണ്ട്. വലിയ കവറിലാണ് അവർ എയറൊക്കെ അടിച്ച് എന്തോ കാർബൺ ഡൈ ഓക്സൈഡോ അങ്ങനെ എന്തൊക്കെ ആക്കി, മനസ്സിലായില്ല. അങ്ങനെയൊക്കെ ചെയ്താണ് ഞങ്ങൾക്ക് പാക്ക് ചെയ്ത് തന്നത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഓക്കെ. ഞങ്ങളിത് മീനൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇവിടെ അമ്മയ്ക്കും അച്ഛനും ഞങ്ങൾ കുളത്തിലോട്ട് ഇടാൻ പോവുകയാണ്. അപ്പോൾ ഇടുമ്പോൾ കാണിച്ചു തരാം. ഓക്കെ, വന്നോളൂ. ഗെയ്സ്, ഞങ്ങൾ മീൻ കുളത്തിലോട്ട് ഇടാൻ പോവുകയാണ്. കുളം കാണിച്ചു കൊടുക്കണം. അമ്മയുടെ അച്ഛൻ്റെയും വീട്ടിൽ ചെയ്തിട്ടിരിക്കുന്നതാണ്. അമ്മ അച്ഛൻ്റെ വീട്ടിൽ കുറേ കുളമുണ്ട്, ഒത്തിരി കുളമുണ്ട്. കണ്ടോ, അതിൽ ഒന്നിപ്പോൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് മീനുകളെല്ലാം എടുത്തിടാൻ പോവുകയാണ്. അമ്മ 150 മീൻ കുഞ്ഞുങ്ങളെ വാങ്ങിച്ചു. തിലോപ്പി കുഞ്ഞുങ്ങളെ അച്ഛനും അമ്മയും വാങ്ങിയിട്ടുണ്ട്. കണ്ടോ, 150 മീൻ വാങ്ങിയിട്ടുണ്ട്. 2 കവറിലായിട്ടാണ് തന്നിരിക്കുന്നത്. കണ്ടോ, ഇനി കുളത്തിലോട്ട് നമുക്ക് തട്ടാം. അടുത്ത കവർ എടുത്തിട്ടുണ്ട്. 75 150 മീനെ ഇതേ കണ്ടോളൂ. നമുക്ക് കുളത്തിലേക്ക് വിടാം. ഗൈസ്, കണ്ടോ, ഞങ്ങൾ അവിടെ നിന്ന് കറി വയ്ക്കാൻ വാങ്ങിയ മീനാണ് അമ്മ. ഇത് വലിയ സൈസാണ്. ഇത് കാണും പോലെ അല്ല. ഇതിപ്പോൾ 280 രൂപയായി. കണ്ടോ, 3 മീന്, 300 ഇതിൻ്റെ വെയിറ്റ്. ഈ 3 മീനിനും കൂടെ 280 രൂപയായി. നല്ല ലാഭമാണ്. നല്ല ലാഭത്തിന് അവിടെ കിട്ടുന്നത്. ഇപ്പോൾ ചത്തുപോയി. നമുക്ക് അവിടെ നിന്ന് കണ്ടല്ലോ, ജീവനോടെ പിടിച്ച് തന്നതാ. ഇപ്പം ഇങ്ങനെ വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ ചത്തുപോയി. പിന്നെ ഇതിനെ കറി വയ്ക്കുന്നത്. ഇത് തിലോപ്പി എന്നാണ് ഈ മീൻ അറിയപ്പെടുന്നത്. ഇതിൻ്റെ കുഞ്ഞുങ്ങളാണ് ഞങ്ങൾ വാങ്ങിയത്. അപ്പോൾ അതിന് 6 മാസം ആകുമ്പോൾ ആ കുഞ്ഞുങ്ങൾ ഈ പരുവമാവും. ഒരു കുഞ്ഞ് നമുക്ക് 4 രൂപ ഇട്ടാണ് തന്നെ. 2 രൂപയ്ക്കുള്ള കുഞ്ഞും ഉണ്ട്. അതല്പം കൂടെ ചെറുത്. കണ്ടോ. ഗൈസ്, അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇവിടുത്തെ കുളത്തിലിടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് മീൻ വാങ്ങി. തിലോപ്പിയ കുഞ്ഞുങ്ങൾ ഞങ്ങളും കുറച്ച് വാങ്ങി. കുറച്ചെന്ന് വെച്ചാൽ ഒരു 20 വാങ്ങി. ഇവിടെ ഒരു കുളമുണ്ട്, അതിൽ കുറച്ച് മീനൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഇതിനെ കൂടെ വെറുതെ ഇട്ടിരിക്കാമെന്ന് കരുതി അങ്ങനെ കുറച്ച് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേട്ടിടാം. ഓക്കെ.
ഗൈസ് നോക്കിയേ, കണ്ടോ? ഞാനും അതുപോലെ കുറച്ച് മീൻ വാങ്ങി, 20 മീൻ. അപ്പോൾ നമുക്കിത് കുളത്തിലേക്ക് ഇടാം. ഏയ്യാ, നമ്മുടെ കുളത്തിലേക്ക് ഞങ്ങൾ ഇടുകയാണ്. അപ്പോൾ ഇതിൻ്റെ വെള്ളവുമായിട്ട് കുറച്ച് നേരം വിട്ടേക്കണം. അങ്ങനെയാണ് സാധാരണ മീനുകൾ ഇടാനുള്ളത്. എനിക്കതിനുള്ള ക്ഷമയില്ല. ഞാൻ ദാ ഇപ്പം തന്നെ ഇറക്കി വിടാൻ പോവുകയാണേ. കാണാമോ? കാണാമല്ലോ, നമ്മുടെ മീൻ കുഞ്ഞുങ്ങൾ ഇറങ്ങിപ്പോട്ടെ. ഇതാ പറഞ്ഞു. വയ്ക്കോ വയ്ക്കോ, വളർന്നു വരൂ. ആ ഓക്കെ ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഞങ്ങൾ ഫിഷ് കുഞ്ഞുങ്ങളും എല്ലാം വാങ്ങി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യണം. പിന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമന്റ് ചെയ്യൂ. കമൻറ്റ് ചെയ്യും. ഓക്കെ ബൈ ഗൈസ്. ബൈ ഗൈസ്.